നമസ്കാരം. ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാളെ ജൂൺ മാസം 22 ഞായറാഴ്ച ദിവസമാണ്. 12 നക്ഷത്രക്കാർക്ക് വളരെ കേമമായ ഫലങ്ങൾ ലഭിക്കാൻ തുടങ്ങുന്ന സമയം കൂടിയാണ് നാളത്തെ ദിവസം. വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും 12 നക്ഷത്രക്കാർക്ക്. അപ്പോൾ നാളത്തെ ദിവസം ഇനി പറയാൻ പോകുന്ന 12 നക്ഷത്രക്കാരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നാളത്തെ ദിവസത്തെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ വളരെയധികം നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ആ 12 നക്ഷത്രക്കാർ ആരൊക്കെ എന്നതിലേക്ക് കടക്കാം. ആദ്യത്തെ നക്ഷത്രങ്ങൾ തന്നെ അശ്വതി, ഭരണി, കാർത്തികയാണ്. മുൻകാല പ്രവൃത്തികൾ ഗുണകരമായി ഇനി അനുഭവത്തിൽ വരുന്ന ഒരു ദിവസമായിരിക്കും നാളെ. മുന്നേയുള്ള സമയങ്ങളിൽ നിങ്ങൾ ചെയ്ത പല ഗുണാനുഭവങ്ങൾക്കും പിൽക്കാലത്ത് നമ്മൾ പറയാറുണ്ട് ഗുണങ്ങൾ ലഭിക്കുമെന്ന്. അപ്പോൾ നാളെ അങ്ങനെ ഒരു ദിവസമായിരിക്കും. നിങ്ങൾ മുന്നേയുള്ള സമയങ്ങളിൽ ചെയ്ത പല കാര്യങ്ങൾക്കുമുള്ള ഗുണകരമായ ഫലം നാളത്തെ ദിവസം ലഭ്യമാകുന്നതാണ്. എന്തെങ്കിലും തർക്ക വിഷയത്തിൽ പെട്ടുകിടക്കുന്ന പൂർവിക സ്വത്ത് നാളത്തെ ദിവസം അല്ലെങ്കിൽ നാളത്തെ ദിവസത്തിൽ ശുഭകരമായ അതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ ശ്രവിക്കാനിടവരും. തൊഴിൽ ലബ്ധി, തൊഴിലുമായി ബന്ധപ്പെട്ട ശുഭകര വാർത്തകൾ ശ്രവിക്കാൻ ഭാഗ്യം വരും. പ്രേമിക്കുന്ന ആളുകൾക്ക് പ്രേമത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് രമ്യതയിലാകാൻ നാളത്തെ ദിവസം സഹായകമാകും. പ്രേമബന്ധം ദൃഢമാകുന്നതാണ്. നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആർക്കും കടം കൊടുക്കരുത്. നാളത്തെ ദിവസം നിങ്ങൾക്ക് അല്പം ഭാഗ്യം കൂടുതലായുള്ള ദിവസമായതിനാൽ നിങ്ങളുടെ കയ്യിലേക്ക് വന്നെത്തുന്ന ധനത്തെ ആര് കടമായി ചോദിച്ചാലും നാളത്തെ ദിവസം കൊടുക്കരുത്. തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞോളൂ. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യമല്ലേ. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് കടം കൊടുക്കരുത്. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് നാളുകളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇനിയും ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പറ്റില്ല. അപ്പോൾ നാളത്തെ ദിവസം കടം കൊടുക്കുന്നത് ശ്രദ്ധയോട് വേണം. കടം കൊടുക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ദാമ്പത്യ ഭദ്രത വന്നു ചേരുന്ന ഒരു ദിവസമായതിനാൽ തന്നെ ചിലപ്പോൾ ആരെങ്കിലും സഹായമൊക്കെ ചോദിച്ചു വരും. അപ്പോൾ നാളത്തെ ദിവസം അത് കൊടുക്കണ്ട. പിന്നീടുള്ള സമയങ്ങളിലായിക്കൊള്ളട്ടെ, നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയേറെ വിലപ്പെട്ട ദിനമാണ്. അപമാനങ്ങൾ ഒരുപാടുണ്ടായ ജീവിതമാണ്. അതൊക്കെ തുടച്ചു മാറ്റാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒന്നിനും കൊള്ളാത്തവൻ അല്ലെങ്കിൽ ഒരു കഴിവുമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരില്ലേ, അവരെയൊക്കെ എന്നെക്കൊണ്ട് എല്ലാം സാധ്യമാകും എന്ന രീതിയിലേക്ക് ഉയർന്ന് ജീവിതത്തിൽ കാണിക്കാൻ സാധിക്കുന്ന സമയങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം സംഭവിക്കും. ചെയ്യുന്ന കർമ്മം കൊണ്ട് അല്ലെങ്കിൽ ആ കർമ്മ മേഖല കൊണ്ട് നാളത്തെ ദിവസം അംഗീകാരം വന്നു ചേരും. പ്രമുഖരായ ചില ആളുകളെ നാളത്തെ ദിവസം പരിചയപ്പെടാൻ അവസരമുണ്ടാകും. തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ എന്തെങ്കിലും കലഹങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സഹപ്രവർത്തകരുമായിട്ടാണെങ്കിൽ ആ കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ രമ്യതയിലാക്കാൻ സാധിക്കും. രോഗാവസ്ഥയ്ക്ക് കുറവ് വന്നു ചേരുന്ന ദിവസം കൂടിയാണ് നാളെ തുടങ്ങുന്നത്. കടബാധ്യതകൾ പരിഹരിക്കപ്പെടുന്നതാണ്. കടങ്ങൾ ഇല്ലാതാകുന്നതാണ്. ആ കടങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ തക്കവണ്ണമുള്ള മാറ്റം നാളത്തെ ദിവസം ഉണ്ടാകും. അയൽക്കാരോടൊക്കെ വളരെയധികം സ്നേഹപൂർണ്ണമായി പെരുമാറാനുള്ള അവസരവും, കാരണം ഒരുപാട് ദേഷ്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാകുന്നത് തന്നെ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനാലാണ്. ഈ ഒരു ഇടക്കാലമായി അല്പം ദേഷ്യമുള്ള സ്വഭാവമായിരുന്നു നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മാനസികമായി അനുഭവിക്കുന്നത് കൊണ്ടാണ്. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുമ്പോൾ പഴയ നഷ്ടപ്പെട്ട ചിരിയും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് വീണ്ടെടുക്കാനും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതുമാണ്. നിങ്ങളുടെ ഭാഗ്യ നിറമായി വരുന്നത് ചുവപ്പും വെള്ളയുമാണ്. അപ്പോൾ നാളത്തെ ദിവസം എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇതേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചുവപ്പൊന്നും ഇടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വെള്ള ഏറ്റവും അഭികാമ്യമായതാണ്. വെള്ള ആർക്കും എപ്പോഴും ധരിക്കാവുന്ന നല്ലൊരു വസ്ത്രമാണ്, നല്ലൊരു നിറമാണ്, പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന നിറമാണ്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യ നിറം കൂടിയാണ്. അപ്പോൾ വെള്ളയും ചുവപ്പും ഉള്ള വസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത രീതിയാണ്, അല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വേറൊരു നിറത്തിലുള്ള വസ്ത്രമാണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ള നിറത്തിലുള്ള തൂവാല സംഘടിപ്പിക്കണം. അത് പോക്കറ്റിൽ സൂക്ഷിക്കുക. നാളത്തെ ദിവസം ഞായറാഴ്ചയാണ്. അപ്പോൾ പെണ്ണ് കാണാൻ പോകുന്നവരുണ്ടാകും, അല്ലെങ്കിൽ അങ്ങനെ പ്രധാന പല കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ടാകും. നിങ്ങൾ നാളത്തെ ദിവസം ഒരു വെള്ള
തൂവാല കയ്യിൽ സൂക്ഷിക്കാമെങ്കിൽ നിങ്ങൾ പോകുന്ന കാര്യം എന്ത് തന്നെയാകട്ടെ അത് വളരെയധികം ഗുണകരമായ ഫലത്തെ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 9 ഭാഗ്യദിനമായി വരുന്നത് തിങ്കൾ, ബുധൻ എന്നീ ദിനങ്ങളാണ്. അപ്പോൾ അന്നേ ദിവസങ്ങളിൽ പുതിയ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ചില ബലഹീനതകളുണ്ട്, അതായത് ചില വീക്ക്നെസ്സുകളെന്ന്. അതെന്താണെന്ന് പറഞ്ഞു തന്നാൽ, ചില സന്ദർഭങ്ങളിൽ മൂന്നാമതൊരാളുടെ അഭിപ്രായം കൂടി ആരായേണ്ടതായ അവസ്ഥകൾ വന്നാൽ പോലും ആരുടെയും അഭിപ്രായം ചോദിക്കാത്ത ഒരു സ്വഭാവം. അത് ചിലപ്പോൾ ഒരു ബലഹീനതയാണ്, വീക്ക്നെസ് ആണ്. അത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ എൻ്റെ ശരികൾ മാത്രം നോക്കിയാലും മതിയല്ലോ, മറ്റൊരാളുടെ കാര്യം എന്തിനു നോക്കുന്നു എന്ന്. ആ ഒരു ചിന്തയായിരിക്കും മറ്റുള്ളവരുടെ ഒരു അഭിപ്രായവും കേൾക്കാൻ കാത് കൊടുക്കാത്തത്. അപ്പോൾ അത് നിങ്ങളൊന്ന് മാറ്റേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കൂടാതെ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ അമിത പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. ചില നിസ്സാര കാര്യങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഓർത്ത് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൂടി നിങ്ങൾ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും അധികം വിജയം നേടുന്നവരും ഉയർച്ച നേടുന്നവരുമായി തീരുന്നതാണ്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് പരീക്ഷാദി കാര്യങ്ങൾക്കൊക്കെ വിജയം വന്നു ചേരുന്നതിന് പ്രാധാന്യം കൊടുക്കേണ്ടതായ ദിനമാണ്. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് നാളത്തെ ദിവസം നിങ്ങൾ പ്രാധാന്യത്തോടെ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിന് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുതരുന്നതായിരിക്കും. പ്രതികൂലമായ ചില തീരുമാനങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങൾ എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതായത് നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമുക്ക് ഒരു ദോഷവും ഉണ്ടാകുന്ന ഒരു തീരുമാനങ്ങളിലേക്കും പോകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നവർക്കൊക്കെ അപ്രതീക്ഷിത നേട്ടം, അപ്രതീക്ഷിത ശുഭകര വാർത്തകൾ ഒക്കെ ശ്രവിക്കേണ്ടതായ ഭാഗ്യം നാളെ ഉണ്ടാകുന്നുണ്ട്. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിട്ടില്ല എന്ന് കരുതിയ ധനമൊക്കെ നാളത്തെ ദിവസം കിട്ടും എന്നുള്ള ശുഭവാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ സ്വന്തമായി ഒരു വാഹനം എടുക്കണം എന്ന ഒരുപാട് നാളത്തെ നിങ്ങളുടെ ആഗ്രഹം നാളെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുമെന്ന് വെച്ചാൽ, നാളെ നിങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വാഹനം സ്വന്തമാക്കാൻ തക്കവണ്ണമുള്ള തീരുമാനത്തിൽ, ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാനും സാധിക്കുന്നതാണ്. അല്പം പിടിവാശി കൂടുതലായിട്ടുള്ള ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. അതൊന്ന് കുറയ്ക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് പിടിവാശികൾ കുറച്ച് മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തീരുമാനം കൂടി ഉണ്ടാകേണ്ടതാണ്. ഭാഗ്യ സംഖ്യയായി വരുന്നത് 2. അപ്പോൾ 2മായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഗുണകരമായ ഫലത്തെ നിങ്ങൾക്ക് നൽകുന്നതാണ്. പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടുന്ന ഒരു ശാരീരിക പ്രകൃതിയാണുള്ളത്, അല്ലെങ്കിൽ പ്രകൃതമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പനി വന്ന അടുത്തൊരാൾ ഒരു പനിച്ചൊന്ന് അടുത്തൂടെ പോയാൽ പോലും പെട്ടെന്ന് നിങ്ങൾക്ക് പനിയും കിടുങ്ങലും വന്നു ചേരുന്ന ഒരു ശരീരപ്രകൃതമുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ട്. ശാന്തശീലമായ ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക്. അത് മാത്രമല്ല, ഭയങ്കര ചിന്ത കൂടുതലായിട്ട് എപ്പോഴും ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് പലപ്പോഴും വിനയായി മാറാറുമുണ്ട്. ചില ചിന്തനങ്ങളിൽ പെട്ട് മനസ്സാകെ കലുഷിതമായി മാറാറുമുണ്ട്. അപ്പോൾ ഈ ചിന്തനം ഒരുപാട് അഗാധമായി, അതായത് നമുക്ക് ഭഗവാൻ നിശ്ചയിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നേ മതിയാവും, നടക്കുകയും ചെയ്യും നമ്മൾ എത്ര ചിന്തിച്ചാലും ചിന്തിച്ചില്ലല്ലോ. അപ്പോൾ അല്പം ചിന്തനങ്ങളൊന്ന് കുറയ്ക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണത്തെ ആയിരിക്കും നൽകുന്നത്. വെള്ളയും ഇളം നീല നിറവുമൊക്കെ നിങ്ങൾക്ക് നല്ല നിറമാണ്, ഭാഗ്യ നിറമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വസ്ത്രങ്ങളൊക്കെ പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഉത്തമമാണ്. അപ്പോൾ വസ്ത്രം ഈ കളറിലുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു വെള്ള തൂവാലയാകാം, അല്ലെങ്കിൽ അതും കിട്ടുന്നില്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള ഒരു നൂല്, എല്ലാ വീടുകളിലും കാണും തുണി തയ്ക്കുന്നതിനായി നൂല് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു നൂലെങ്കിലും എടുത്ത് കയ്യിലൊന്ന് വെച്ചിട്ട് ഒരു പ്രധാന കാര്യത്തിന് പോകുമ്പോഴും പോകാവുന്നതാണ്. കാരണം തൂവാലയില്ല, വെള്ള വസ്ത്രം ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വെള്ള അല്പം ഒരു തുണിയാണെങ്കിലും കട്ട് ചെയ്ത് പോക്കറ്റിലോട്ട് വെച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് ആ പോകുന്ന കാര്യത്തിൽ വളരെ ശുഭകരമായ ഫലം ഉണ്ടാകും. ചിലപ്പോൾ കേൾക്കുന്നവർ അത് ചിരിക്കാറുണ്ട്, അയ്യോ എന്തോ ഈ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ ഈ പറഞ്ഞ പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാര് ഇളം നീല നിറം, വെള്ള നിറമൊക്കെ നിങ്ങൾ പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഒന്ന് ധരിച്ചു പോയി നോക്കിയാട്ടെ. അത് വളരെയധികം പോസിറ്റീവായ ഒരു വലയം നിങ്ങളിലേക്ക് വന്നു ചേരാനും നിങ്ങളിലേക്ക് എല്ലാം പോസിറ്റീവായി വന്ന് ഭവിക്കുന്നതിനും സഹായിക്കും.
ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ദാമ്പത്യപരമായി ഈ ഇടയായി കുറച്ച് കലഹങ്ങളൊക്കെ ദമ്പതികൾക്കിടയിൽ നിലനിന്നിരുന്നു. അതിന് നാളത്തെ ദിവസം ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളിൽ നിന്ന് ചില ധനസഹായമൊക്കെ നാളത്തെ ദിവസം മാതാപിതാക്കൾക്കുണ്ടാകും. ചില സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഒരുപാട് നാളിന് ശേഷം കണ്ടുമുട്ടുന്നതാകാം, അല്ലെങ്കിൽ പുതിയതായി കണ്ടുമുട്ടുന്നതാകാം. ചില പുതിയ ആളുകളുമൊക്കെ ഈ പരിചയം പുതുക്കാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ടാകും. ചിട്ടി, ലോണ്, അതേപോലെ ലോട്ടറി തുടങ്ങിയ സമ്മാന പദ്ധതികളിൽ നിന്ന് അല്ലെങ്കിൽ തുടങ്ങിയ ഭാഗ്യമാർഗങ്ങളിൽ നിന്ന് ധനലബ്ധിക്കുള്ള ഭാഗ്യവും നാളെ കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുരോഗതി ഉണ്ടാകും. അതുമല്ല, പുതിയതായി ഒരു ഗൃഹം നിർമ്മിക്കണമെന്ന ഒരുപാട് നാളത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ചർച്ചകളൊക്കെ നാളത്തെ ദിവസം ഫലവത്തായി മാറും. കുടുംബത്തിൽ ചില വഴക്ക്, പ്രശ്നങ്ങൾ, അത് ദമ്പതികൾക്ക് ഇടയിൽ മാത്രമല്ല, കുടുംബത്തിലെ മറ്റ് സഹോദരങ്ങളുമായിട്ടും ഒക്കെ നിന്നിരുന്ന ആളുകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ നാളത്തെ ദിവസം അത് രമ്യതയിലാക്കാൻ, നാളെ ഒരു ഞായറാഴ്ച ദിവസം കൂടിയാണ്, അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് സന്തോഷമായി സംസാരിച്ച് പ്രശ്നങ്ങളെ രമ്യതയിലാക്കി തീർക്കാൻ കൂടിയുള്ള അവസരം വന്നു ചേരും. പ്രേമിക്കുന്ന ആളുകൾക്ക് പ്രേമബന്ധമൊക്കെ നാളത്തെ ദിവസം ദൃഢമാകുന്ന സമയമാണ്. ഈ ഇടയായി അല്പം അപവാദങ്ങളിലൊക്കെ ചെന്ന് പെട്ടിട്ടുണ്ട്. ചെയ്തും അറിഞ്ഞോ അറിയാതെയും ഉള്ളതൊക്കെ ആകാം. അപ്പോൾ ആ അപവാദങ്ങളൊക്കെ മാറി സൽപ്പേര് തിരിച്ചു പിടിക്കാനും നാളത്തെ ദിവസം സാധിക്കും. കൂടാതെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ആത്മീയമായി അല്പം ഒരു ചിന്തനം വന്നു ചേരും. ക്ഷേത്രത്തിൽ പോകാനൊക്കെയുള്ള ചിന്ത മനസ്സിൽ വരികയാണെങ്കിൽ ആ നിമിഷം, അത് ഉച്ചസമയമാണെങ്കിൽ ആ നിമിഷം പറ്റില്ല, വൈകുന്നേരത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് വൈകുന്നേരത്തേക്ക് ക്ഷേത്രത്തിൽ പോകാൻ. അത് വൈകുന്നേരം എന്നല്ല, നാളത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ മനസ്സിലേക്ക് ചിലപ്പോൾ ഒരു ചിന്തനം വന്നേക്കാം, ക്ഷേത്രത്തിൽ പോകാം, പ്രാർത്ഥിക്കാമെന്ന്. അത് ശുഭസൂചനയായി തന്നെ കരുതുക. ക്ഷേത്ര ദർശനം നാളത്തെ ദിവസം നടത്തിയാൽ വളരെയധികം ഫലങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. വളരെയധികം വൃത്തി കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടരുകൂടിയാണ്. ഏത് കാര്യവും മറ്റുള്ളവരെ മയത്തിൽ പറഞ്ഞ് സംസാരിപ്പിച്ച് നമ്മുടെ വശത്താക്കിയെടുക്കാൻ. അത് മാത്രമല്ല, ഇപ്പോൾ ശരിയും തെറ്റും ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് വരാറുണ്ട്, അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണേ എന്ന്. അത്രത്തോളം മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാനും അതനുസരിച്ച് സംസാരിക്കാനുമുള്ള ഒരു കഴിവ് കൂടി നിങ്ങൾക്ക് ജന്മസിദ്ധമായിട്ടുണ്ട്. 5, 8 എന്നിവയാണ് നിങ്ങളുടെ ഭാഗ്യ സംഖ്യയായിട്ട് വരുന്നത്. അപ്പോൾ അതുമായി ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ അതുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ദൗർബല്യം അല്ലെങ്കിൽ ബലഹീനതയായി പറയുന്നത് ഈ എടുത്തുചാട്ടമാണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾ സ്വയം അങ്ങ് എത്തിച്ചേരുകയാണ്. അപ്പോൾ ഏത് ശരി തെറ്റ് എന്ന് നോക്കാതെ ചില സന്ദർഭങ്ങളിൽ ഈ എടുത്തുചാട്ടം കാണിക്കാറുണ്ട്. അതൊരു ദൗർബല്യം തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു അധിക പ്രസംഗമായി മാറാറുമുണ്ട് ചില സമയങ്ങൾ. അതൊന്ന് ശ്രദ്ധിക്കണം. ഏതു കാര്യത്തെയും ഒന്ന് വ്യക്തത വരുത്തിയതിന് ശേഷം മാത്രം അഭിപ്രായങ്ങൾ പറയാനും ശ്രമിക്കുക. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം നഷ്ടപ്പെട്ടു എന്ന് കരുതി നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ചില വസ്തുക്കളൊക്കെ തിരികെ വന്നു ചേരും. അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവാണെങ്കിൽ പോലും ചില ആളുകൾ ഇന്ന സ്ഥലത്ത് അതുണ്ട്, അല്ലെങ്കിൽ ഇന്ന വഴിയിലേ പോയാൽ അത് കിട്ടും എന്നൊക്കെയുള്ള ശുഭകരമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ദിവസമായിരിക്കും. പൂർവിക ഭൂമി എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഏർപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചും നാളെ ശുഭകരമായ വാർത്തകൾ ശ്രവിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. ദാമ്പത്യ ഭദ്രതയുണ്ടാകും. സാമ്പത്തികമായിട്ട് വളരെയധികം ഒരു മാറ്റം ഉണ്ടാകും. ഗൃഹത്തിൽ നാളത്തെ ദിവസം എന്തെങ്കിലും മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള യോഗം കൂടി കാണുന്നുണ്ട്. ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അപമാനിച്ചു വിട്ട ആളുകളെ കൊണ്ട് തന്നെ നല്ലത് എന്ന് പറയിക്കാനുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഒന്നും കൊടുക്കുന്നവരല്ല ഈ കൂട്ടർ. അതുകൊണ്ട് തന്നെ വളരെയധികം ഒരു സുഹൃത്ത് വലയം ഒന്നും ഇവർക്ക് കാണുകയുമില്ല. പിന്നെ ഏതെങ്കിലും ആളുമായി കൂടുതൽ അടുക്കുന്നെങ്കിൽ തങ്ങൾക്കും എന്തെങ്കിലും ഗുണം ഉണ്ടാകണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളും കൂടിയാണ്. പെട്ടെന്നൊന്നും ആരുമായിട്ടും അങ്ങനെ ഇണങ്ങി ചേരുന്ന ഒരു പ്രകൃതം കൂടിയല്ല നിങ്ങൾ. വിദ്യ കൊണ്ട് ഉയരങ്ങൾ കീഴടക്കാനുള്ള ഒരു ഭാഗ്യം ഇക്കൂട്ടർക്കുണ്ട്. വേണമെങ്കിൽ ഇവരെ നമുക്കൊരു പുസ്തക പുഴുവെന്നൊക്കെ വിശേഷിപ്പിക്കുക. എപ്പോഴും പുസ്തകത്തിനോട് കൂടുതൽ ചങ്ങാത്തം കൂടുന്ന ഇവര്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് മറ്റുള്ള ആളുകളുമായി ചങ്ങാത്തം വലുതായിട്ട് ഇല്ലാത്തതും. ഈ വിദ്യ കൊണ്ട് ഉയരങ്ങൾ കീഴടക്കാനുള്ള ഒരു ഭാഗ്യം ഇവർക്ക് ജന്മസിദ്ധമായിട്ടുണ്ട്. 3 അല്ലെങ്കിൽ 3, 4 ഉണ്ട്. 3ഉം 4ഉമാണ് ഇവരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത്. കൂടാതെ ഭാഗ്യ ദിനമായി വരുന്നത് തിങ്കളാഴ്ച, ബുധനാഴ്ച. ഈ 2 ദിവസവും നിങ്ങൾക്ക് ഭാഗ്യദിനങ്ങളാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ പ്രധാന കാര്യങ്ങൾ, വണ്ടി എടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കാൻ പോകുന്നു, അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക്, പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ ആ ദിവസം ഉപയോഗിക്കാവുന്നതാണ്.
ഈ നക്ഷത്രക്കാരുടെ വിവാഹ കാര്യങ്ങളിലേക്കൊക്കെ വന്നാൽ നല്ലൊരു ബന്ധം ലഭിച്ച് കിട്ടണമെങ്കിൽ അല്പം കാലതാമസങ്ങളൊക്കെ നേരിടേണ്ടി വരും. അല്പം സമയമെടുത്ത് ഇപ്പം ചില ആളുകൾക്ക് പെട്ടെന്ന് വിവാഹമൊക്കെ നടക്കും. പക്ഷെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിവാഹ കാര്യങ്ങൾക്ക് അല്പം കാലതാമസമൊക്കെ നേരിടുന്നതാണ്. ധനുരാശിക്കാർ അല്പം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില ബന്ധങ്ങളിലൂടെയൊക്കെ, അതായത് ചില പ്രണയബന്ധങ്ങൾ അത് നടക്കാതെയൊക്കെ വരികയും പിന്നീട് അത് മറ്റൊരു വിഭാഗത്തിലേക്ക് നിങ്ങൾ പോയാലും അത് നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ചില പേരുദോഷങ്ങളൊക്കെ നൽകിക്കുന്ന ഒരു ഇതുകൂടിയാണ്. ഈ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ജാഗ്രത വളരെയധികം വേണ്ടുന്നതാണ്. കൂടാതെ നിങ്ങളുടെ വ്യക്തിപരമായ രഹസ്യങ്ങളൊന്നും മറ്റാരുമായി, അതും രക്തബന്ധത്തിൽ അല്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കാനുമായി വളരെയധികം ശ്രദ്ധ വേണം. പുറത്തുള്ള ഒരാളുമായിട്ട് പങ്കുവയ്ക്കരുത്. നിങ്ങളുടെ രക്തബന്ധത്തിലുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അവർ നിങ്ങളുടെ നന്മ കാക്ഷിക്കുന്നവരാണ്. പക്ഷേ പുറത്തുള്ള ഒരു വ്യക്തി അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് തന്നെ രഹസ്യമായി നിങ്ങളിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായി ഷെയർ ചെയ്യുക, കുഴപ്പമില്ല. പുറത്തുള്ള ഒരു അന്യനുമായി, അതായത് നമുക്ക് പരിചയമില്ലാത്ത വ്യക്തിയാകാം, പരിചയമുണ്ട് പരിചയമില്ല എന്നത് മാത്രമല്ല വിഷയം, നിങ്ങളുടെ രഹസ്യങ്ങളൊന്നും പുറത്തൊരു വ്യക്തിയായിട്ട് ഷെയർ ചെയ്യാൻ പോകാതിരിക്കുക. നിങ്ങളുടേതായ നേട്ടങ്ങൾ നിങ്ങളിൽ തന്നെ അത് നിർത്താനായി ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. അത് നാളെ എന്ന് മാത്രമല്ല, തുടർന്നുള്ള സമയങ്ങളിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ, ഒരു വീട് പണി തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹക്കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വിവാഹക്കാര്യം, നിങ്ങളുടെ ജോലിക്കാര്യം, ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങളാകട്ടെ, എന്ത് കാര്യമാകട്ടെ, നിങ്ങളുടെ ഗൃഹത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ രക്തവുമായി രക്തബന്ധമുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യുന്നതല്ലാതെ മറ്റൊരു കൂട്ടരുമായും ഷെയർ ചെയ്യാതിരിക്കാനും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നാളെ ജൂൺ മാസം 22 ഭാഗ്യം കൂടുതലായി ലഭിക്കുന്ന നക്ഷത്രക്കാർ ഇക്കൂട്ടരാണ്.